ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ വെയിറ്റേജ് പാർട്ടിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കി അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് വരെ. ഇനിയും ഉണ്ടല്ലോ 7 ചാപ്റ്റർ ബാക്കിയുണ്ട്. 7 ചാപ്റ്ററിന് വേണ്ടി നോക്കണ്ടേ. അപ്പം നമ്മൾ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താണ് ഇന്റഗ്രൽസ് ആണ്. കാൽക്കുലസിലെ ഏറ്റവും മനോഹരമായി പഠിക്കാനും ഏറ്റവും കുറച്ച് കഷ്ടമുള്ള ചാപ്റ്ററാണ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത്. അവിടെ 5 ടു നിങ്ങൾ 5 മാർക്ക് എന്ന് കണ്ടിതാക്കണ്ട. 5 ടു എത്ര വരുന്നുണ്ട്? 5 ടു 12 മാർക്ക് വരെ. 5 ടു 12 മാർക്ക് വരെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. സോ 5 മുതൽ 12 മാർക്ക് വരെ ചില്ലറ മാർക്കല്ല, നല്ല മാർക്കാണ്. അവിടെ എന്താണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻസ്, പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ, ഇന്റഗ്രൽ സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻസിന് ക്വസ്റ്റ്യൻ വരും ചെയ്യും. 3 മാർക്കും ആയിരിക്കും പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് എന്തായാലും വരും. അതേപോലെ ഇന്റഗ്രൽ പാർഷ്യൽ ഫ്രാക്ഷൻസ്, ഈ രണ്ട് കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഒന്നും വരാം. ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽ വരികയാണെങ്കിൽ 4 മാർക്ക് 5 മാർക്കിനൊക്കെ വരികയാണ്. ഇതിന്റെ സം പാർട്ടിക്കുലർ ഫംഗ്ഷൻസ് ആണെങ്കിൽ 3-4 മാർക്കിലാണ്. പിന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് 3 മാർക്കിന്. അവർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് വരാൻ സാധ്യത കുറച്ച് കൂടുതൽ. അപ്പം 5 ടു 12 മാർക്ക് വരെ നമുക്ക് എന്താക്കാൻ പറ്റും? ഇന്റഗ്രൽസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് 3 ടു 5 മാർക്കാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിലൊരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. അറിയാലോ, √(a²-x²) ഇന്റഗ്രേഷൻ ഇക്വേഷൻ. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിളും നമുക്ക് അതാ യൂസ് ചെയ്യേണ്ടത്. ഏരിയ ഓഫ് പരാബോളനെ മാറ്റേണ്ടത് നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രൽസ് ആണ്. ഏരിയ ഓഫ് പരാബോളിന് ഡയറക്റ്റ് ഇന്റഗ്രൽസ് ആണ്. മറ്റൊന്നൊക്കെ നമ്മുടെ ആ ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ ഏരിയ ഓഫ് ഹൈപ്പർബോളിക്കും ഏരിയ ഓഫ് സർക്കിളിനും ഏതാണ്? നമ്മുടെ √(a²-x²) ഒരു ഇക്വേഷൻ ഇല്ലേ ഇന്റഗ്രേഷന്, ആ ഇക്വേഷൻ. അത് എന്തായാലും പഠിച്ചോ മക്കളെ. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഇന്റഗ്രൽസ് ഒരു ക്വസ്റ്റ്യൻ വരും, അതിൽ നിങ്ങൾ അത് യൂസ് ചെയ്യേണ്ടി വരും, ഉറപ്പാണ്. അടുത്ത് വരുന്ന മക്കളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ 3 ടു 7 മാർക്കിന് ചോദിച്ച കാലമുണ്ട്. 3 ടു 7 മാർക്കിന്. സോ അതിലൊന്നുമില്ല. ഫസ്റ്റ് തന്നെ നമ്മുടെ 1 വേർഡ് പ്രോബ്ലം ആണ്. ഡിഗ്രി ആൻഡ് എന്താണ് ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഗ്രിയും ഓർഡറും എന്താണ്? 1 വേർഡിനാണ് ചോദിക്കുക. സിമ്പിൾ ആയിട്ട് ഇതാ. പിന്നെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് 3-4 മാർക്കിന് ചോദിച്ചത്. 3-4 മാർക്കിന് സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാലോ 3 ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് വേരിയബിൾ സെപ്പറബിൾ, അതേപോലെ തന്നെ ലീനിയർ, പിന്നെ ഹോമോജീനിയസ്. അത് 3. അതിൽ ഹോമോജീനിയസ് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെങ്കിൽ വേരിയബിൾ സെപ്പറബിളും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, പിന്നെ അടുത്ത വരെ നമുക്ക് വെക്ടർ ആൾജിബ്ര എന്നീ 5 മുതൽ 9 മാർക്ക് വരെ 5 മുതൽ 9 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്നത്. അതിലൊന്നുമില്ല, പൊസിഷൻ വെക്ടർ എന്ന് ചോദിക്കാൻ ചാൻസ് കുറച്ച് കുറവാണ്. ടൈപ്സ് ഓഫ് വെക്ടർ 1 വേർഡ് വന്നാലേ വരുള്ളൂ. ഓപ്പറേഷൻസ് ഓഫ് വെക്ടറിൽ വലിയൊരിതില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് വരുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഈ ക്രോസ് പ്രൊഡക്റ്റിന്റെ വേറെ 2 ആപ്ലിക്കേഷൻസ് ആണ്, ഏരിയ ഓഫ് എ ട്രയാങ്കിളും ഏരിയ ഓഫ് എ പാരലോഗ്രാമും. ഇത് 4 മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഈ വെക്ടർ ആൾജിബ്രയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് എ പാരലോഗ്രാം ആണ്. CBSEക്ക് ഇത് രണ്ടും ഇല്ല, പക്ഷെങ്കിൽ സ്റ്റേറ്റിനുണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിളും ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് തന്നെയാണ് സംഭവം. ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കൽ തന്നെയാണ്, വേറെ എക്സ്ട്രാ ഒന്നും ഇല്ല. അതിനെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് പാരലോഗ്രാം പറയുന്നത്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. പിന്നെ 3 ഡയമെൻഷണൽ ജോമെട്രി. വെക്ടർ ആൾജിബ്രയുടെ വേറൊരു സംഭവമാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. വെക്ടർ ആൾജിബ്ര നന്നായി പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 ഡയമെൻഷണൽ ജോമെട്രി വലിയൊരു ഇതല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസും അതുപോലെ തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസും. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് ഇക്വേഷൻ ലൈൻ സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കാർട്ടീഷ്യൻ ഫോമും അതേപോലെ ആറിൻ്റെ ഫോമും എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാനുള്ള അത് പറയുന്നത്. പക്ഷെ അത് വലിയൊരു ഇതായിട്ട് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസും അതേപോലെ തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പാരലൽ ലൈൻസും സ്ക്യൂ ലൈൻസും. മറക്കണേ, സ്ക്യൂ ലൈനിന് വേറെ ഇക്വേഷൻ ആണ്, പാരലലിന് വേറെ ഇക്വേഷൻ ആണ്. അത് മറക്കാൻ പാടില്ല. അത് രണ്ടും നോക്കണം. 4 മുതൽ 8 മാർക്കിന് ചോദിച്ചു. 8 മാർക്കിന് 4 മുതൽ 8 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 4 മുതൽ 8 വെച്ചത് 4 എന്തായാലും ചോദിക്കും. അതിൻ്റെ കൂടെ എന്ത് എക്സ്ട്രാ കിട്ടും. കാരണം 20 മാർക്കുള്ള നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുകൂടി നമുക്ക് കിട്ടും. 4 മുതൽ 8 മാർക്കിനാണ് നമുക്ക് എന്ത് ഈ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്നത്. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവും മക്കളെ. ഒരൊറ്റ ക്വസ്റ്റ്യൻ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അതേതായിരിക്കും നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത്. അത് വേർഡ് പ്രോബ്ലം ഇപ്പം വരാറില്ല, ഡയറക്റ്റ് മറ്റേ പ്രോബ്ലം തന്നെ വരുന്നത്. സോ 5 മാർക്ക് നമുക്ക് നേടാൻ പറ്റും. 5 മാർക്ക് തന്നെ ചോദിക്കുക. അതിൽ കൂടുതലായിട്ട് ചോദിച്ചാൽ കണ്ടിട്ടില്ല. 5 മാർക്ക് എന്നാണ് ചോദിക്കുക, കുറച്ചിട്ടും കണ്ടിട്ടില്ല. 5 മാർക്കിന് ഗ്രാഫിക്കൽ മെത്തേഡ് അത് പഠിച്ചു നോക്കണം. 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഒറ്റ സാധനമുള്ളൂ ഗ്രാഫിക്കൽ മെത്തേഡ്. അതിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിൽ തന്നെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക.
പിന്നെ അടുത്താണ് മക്കളെ പ്രോബബിലിറ്റി. ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയ പ്രോബബിലിറ്റിയിൽ നമുക്ക് 5 to 7 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. 5 to 7 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി അതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ബയസ് തിയറമാണ്. ബയസ് തിയറമാണ് റിപ്പീറ്റഡ് ആയിട്ട് അതിന് എന്താണ് ചോദിച്ചിട്ട് കണ്ടത്. പിന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റും അതുപോലെ തന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റിയും കണ്ടീഷണൽ പ്രോബബിലിറ്റിയും സെയിം ഓഫ് ഇക്വേഷൻസ് ആട്ടോ. അതിനൊന്ന് വേർതിരിച്ച് കാണുന്നതാണ്, കുറച്ചൊന്ന് അപ്പുറത്ത് മാറ്റിയിട്ട് കാണുന്നതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റിയും. അത് തമ്മിൽ വലിയ വ്യത്യാസം. പിന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിലാണ് കുറച്ചൊരു വ്യത്യാസം വരുന്നത്. ആ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണോ അല്ലയോ എന്നൊക്കെ അതൊക്കെ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാം. ഈ 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ബയസ് തിയറമാണ്. 5 മാർക്കിനൊക്കെ ഇത് വെച്ചുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ +2 മാത്സിലെ വെയിറ്റ് ചെയ്യുന്നത്. സോ ഈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ എന്താക്കുക പഠിച്ച് സ്കോർ ചെയ്യുക. അപ്പോൾ എല്ലാവരും എക്സാമിന് നന്നായിട്ട് പഠിച്ച് സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരു എക്സാമിന് വേണ്ടി ഓൾ ദി ബെസ്റ്റ്.